ഹായ് കൂട്ടുകാരെ, ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കയുടെ കാണുന്ന സെൻറ്ററിലുള്ള കൂനിലില്ലേ, അതാണ് കേട്ടോ ഇത് ഞാൻ അതിൽ നിന്ന് ചക്ക വെട്ടി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുത്തു കൊണ്ടുവന്ന ഒരു പീസാണത്. അതിൽ നിന്ന് നമ്മൾ വീണ്ടും ഇതേപോലെ ഇങ്ങനെ ഓരോ നീളത്തിൽ ഇങ്ങനെ കീറിയെടുക്കുകയാണ് ചെയ്യണത്. സാധാരണ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തെ ആ പച്ച മുള്ളും അതിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റണതാണ്. ഇനി പച്ച മുള്ളും കറി വെച്ചെങ്ങാനും കഴിക്കണവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, അതും കൂടി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല, വേറെ ഓരോരുത്തരും പറഞ്ഞത് അനുസരിച്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. ഇതെല്ലാം കഴുകിയെടുത്തിട്ട് ഇന്നത്തേക്ക് കുരുമുളക് പൊടി, കുറച്ച് കൂടുതൽ ഉപ്പിട്ടോ, ഉണക്കമീനൊക്കെ ഉപ്പിടില്ല അതുപോലെ. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ട് വരാൻ ഇത്തിരി വിഷമം, വില കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി തിരുമ്മി അങ്ങോട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് എല്ലാം കൂടി അങ്ങ് നിരത്തി ഇതുപോലെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് വെളുത്തുള്ളി ഇടിച്ചത് അതിൻ്റെ മേളത്തേക്ക് അങ്ങോട്ട് വെതറി ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിവേപ്പിലും കൂടി അതിൻ്റെ മേളിലേക്ക് വെതറിട്ട് കൊടുത്തിട്ട് അടച്ചവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് തീ കുറച്ചിടണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക എല്ലാം ഒന്ന്. അതും മൂടി വെച്ച് കഴിഞ്ഞാൽ അതെ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ ഒന്നും തിന്നാറില്ല, ഞാൻ തിന്നാറില്ല. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, അടിപൊളി ടേസ്റ്റ് ആട്ടോ, സൂപ്പറാണ്.